പാസ്വേഡുകൾ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത ടെൻഷനാണ്. മറന്നു പോവുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരിക, സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഭയം, അതായത് മറ്റാരെങ്കിലും അത് അടിച്ചു മാറ്റി പോയി നമുക്ക് പ്രശ്നമുണ്ടാകുമെന്നുള്ള ഭയം, ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ജീവിതം ചിലപ്പോഴെങ്കിലും മടുപ്പിക്കാറുണ്ട്. നിങ്ങളുടെ കൈവിരൽ, നിങ്ങളുടെ മുഖം, അതാണ് ഇനി നിങ്ങളുടെ പുതിയ താക്കോൽ. പാസ്വേഡ് യുഗം കഴിഞ്ഞു. പാസ്വേഡുകൾ എന്നേക്കുമായി ഇല്ലാതായാൽ അതെങ്ങനെ ഉണ്ടാകും? അതെ, നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ലോകത്തെ വൻകിട കമ്പനികൾ ചേർന്ന് പാസ്വേഡിനൊരു പകരക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പാസ് കീസ്. ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് അവർ കൈകോർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്താണ്? പാസ്വേഡ് ആവശ്യമില്ലാതെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം? ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. നിങ്ങൾ ടെക്നോളജിയെ ഇഷ്ടപ്പെടുന്നവരും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഡിയർ വ്യൂയേഴ്സ്, വെൽക്കം ടു യുവർ സയൻസ് ആൻഡ് ടെക്നോളജി ചാനൽ റോംബസ് സയൻസ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ പാസ് കീ എന്നത് നിങ്ങളുടെ വിരലടയാളം, ഫേസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക്, പിൻ എന്നിവ ഉപയോഗിച്ച് വെബ്സൈറ്റുകളിലും ആപ്പുകളിലും വേഗത്തിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു നൂതന വഴിയാണ്. ആദ്യം പാസ് കീ പാസ്വേഡ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം. പഴയ രീതി എന്താണെന്ന് വെച്ചാൽ സെർവറിൽ സൂക്ഷിച്ചിട്ടുള്ള ഹാഷിംഗ് പ്രക്രിയയിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കൂട്ടം അക്ഷരങ്ങളോ സ്ട്രിങ്ങുകളോ ആണ് പാസ്വേഡ് എന്നത്. ഇത് സെർവറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഹാക്കർമാർക്ക് ചോർത്താൻ കഴിയും. അങ്ങനെ ചോർത്തി കഴിഞ്ഞാൽ അതിലെ പാസ്വേഡുകൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനും കഴിയും. സംഗതി ബുദ്ധിമുട്ടാണ്, എന്നിരിക്കലും അത് സാധ്യമാണ്. യൂസർ രജിസ്ട്രേഷൻ സമയത്ത് നാം നൽകുന്ന പാസ്വേഡാണ് ഇങ്ങനെ സെർവറിൽ ഹാഷ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇനി പാസ് കീ നോക്കുകയാണെങ്കിൽ ഇവിടെ പാസ്വേഡ് ഇല്ല. അതിന് പകരം ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോഗ്രഫി എന്ന ഗണിതശാസ്ത്ര പ്രക്രിയയാണ്. ഗണിതവും അൽഗോരിതങ്ങളും ഉപയോഗിച്ച് ഡാറ്റ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് വായിക്കാൻ കഴിയാത്ത കോഡിലേക്ക് അത് സ്ക്രാമ്പിൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യന് വായിച്ചാൽ അർത്ഥവത്തല്ലാത്ത സ്ട്രിങ്ങുകളും വേർഡുകളുമായി മാറ്റപ്പെടുന്നു. ഇവിടെ പാസ്വേഡിന് പകരം ഡിജിറ്റൽ കീകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ വളരെ ലളിതമായി ഞാനൊന്ന് പറയാം. പാസ് കീസ് പ്രവർത്തിക്കുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളൊരു പാസ് കീ ഉണ്ടാക്കുമ്പോൾ 2 കീകൾ സൃഷ്ടിക്കപ്പെടും. അതിലൊന്നിനെ പ്രൈവറ്റ് കീ എന്നും മറ്റൊന്നിനെ പബ്ലിക് കീ എന്നുമാണ് വിളിക്കുന്നത്. പേര് കീ എന്നാണെങ്കിലും കീ എന്നാൽ ഒരു സോഫ്റ്റ്വെയർ കോഡാണ്, അത് മറക്കണ്ട. ഇനി എന്താണ് പ്രൈവറ്റ് കീ എന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ഉപകരണത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ അതാണ് കീ. അതവിടെ സുരക്ഷിതമായിട്ടിരിക്കും. ഇതൊരിക്കലും പുറത്തു പോകില്ല. ഇനി എന്താണ് പബ്ലിക് കീ എന്ന് ചോദിച്ചാൽ ഇത് റിമോട്ട് സെർവറിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന വെബ് സെർവറിലായിരിക്കും ഇത് സൂക്ഷിക്കപ്പെടുന്നത്. ആദ്യ ഘട്ടം എന്നത് ഈ 2 കീകളെയും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രജിസ്ട്രേഷൻ സമയത്താണ് നടക്കുന്നത്. നിങ്ങൾ രജിസ്ട്രേഷൻ ഘട്ടം പൂർത്തിയാക്കുന്നതോടുകൂടി സിസ്റ്റം പബ്ലിക് കീ റിമോട്ട് സെർവറിലേക്ക് അയക്കുന്നു. പ്രൈവറ്റ് കീ നിങ്ങളുടെ ലാപ്ടോപ്പിലും സൂക്ഷിക്കുന്നു. പബ്ലിക് കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റ അതിലെ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂ, അതായത് തിരിച്ചെടുക്കാൻ കഴിയും. അതായത് ഒരു ലോക്ക് അതിന് 2 താക്കോലുകളുണ്ട്. ഒരു താക്കോൽ വെച്ച് നമുക്ക് അടയ്ക്കാം, എന്നാൽ മറ്റൊരു താക്കോൽ കൊണ്ട് മാത്രമേ തുറക്കാൻ കഴിയൂ. അടച്ച താക്കോൽ കൊണ്ട് ഒരിക്കലും തുറക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇതിനെയാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് കീ നമ്മുടെ കമ്പ്യൂട്ടറിലും പബ്ലിക് കീ റിമോട്ട് സെർവറിലുമാണ് ഉള്ളത്. അടുത്ത ഘട്ടം എന്നത് ഓതറൈസേഷനാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ റിമോട്ട് സെർവർ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അയക്കും. ഇതിനെ ചലഞ്ച് എന്നാണ് വിളിക്കുന്നത്.
അത് കഴിഞ്ഞ് ലോക്കൽ ഓതറൈസേഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതിലെ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ പിൻ ഇതുപയോഗിച്ച് സിസ്റ്റം അൺലോക്ക് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് നിങ്ങൾ തന്നെയാണ് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് പ്രൈവറ്റ് കീ സൈൻ ആണ്. ഈ ലോക്കൽ ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞാൽ, അതായത് നമ്മളെ ബയോമെട്രിക്കോ ഫേസ് ഡിറ്റക്ഷനോ ഉപയോഗിച്ച് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് തുറന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്കോ കയറി കഴിഞ്ഞാൽ അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സെർവർ അയച്ച ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യും. ഇത് എന്നിട്ട് റിമോട്ട് സെർവറിന് അയക്കും. ഇതിനെ പ്രൈവറ്റ് കീ സൈൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത പബ്ലിക് കീ വെരിഫിക്കേഷൻ. പ്രൈവറ്റ് കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റയെ പബ്ലിക് കീക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ കഴിയൂ, വേറൊന്നിനും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ റിമോട്ട് സെർവറിലാണ് പബ്ലിക് കീ ഇരിക്കുന്നത്. ഈ പബ്ലിക് കീ ഈ എൻക്രിപ്റ്റഡ് ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? അതയച്ച ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയാൽ ആ സെർവർ ഉറപ്പിക്കും ഈ യൂസർ എന്ന് പറയുന്നത് ശരിയായ യൂസർ എന്ന്. അങ്ങനെ ആ സെർവർ ആക്സസ് ഗ്രാൻറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ സെർവർ ആക്സസ് നിഷേധിക്കുന്നു. ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കും. ഇവിടെ നിങ്ങൾ പാസ്വേഡ് ഉപയോഗിക്കുന്നേയില്ല. ഇക്കാര്യങ്ങൾ സാധ്യമാക്കുന്നത് ഫിഡോ അലയൻസ് കൊണ്ടുവന്ന വെബ് ആധൻ എന്ന സാങ്കേതികവിദ്യയാണ്. ഫിഡോ അലയൻസ് ഒരു ഓപ്പൺ ഇൻഡസ്ട്രി അസോസിയേഷനാണ്. റെഡ്യൂസ് ദ വേർഡ്സ് റിലയൻസ് ഓൺ പാസ്വേഡ് എന്നതാണ് അവരുടെ മിഷൻ. എന്തൊക്കെയാണ് പാസ് കീസിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് പാസ്വേഡിനേക്കാൾ മികച്ചത് ആയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, ഇത് ഫിഷിങ്ങിനെ പ്രതിരോധിക്കുന്നു. ഫിഷിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. തെറ്റായ വെബ്സൈറ്റ് ഉണ്ടാക്കി അത് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വെബ്സൈറ്റിൻ്റെ അതേ രീതിയിലാക്കി നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡും വലിച്ചെടുത്ത് അത് പിന്നെ മിസ്യൂസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു രീതി, അതാണ് ഫിഷിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നിലവിലെ പാസ്വേഡുകൾ ഫിഷിംഗ് ആക്രമണം വഴി എളുപ്പത്തിൽ മോഷ്ടിക്കപ്പെടാം. നിങ്ങളൊരു വ്യാജ വെബ്സൈറ്റിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ അത് ഈസിയായിട്ട് ഹാക്കർക്ക് ലഭിക്കുന്നു. പാസ് കീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നടക്കില്ല. ഫിഷിംഗ് വഴി നിങ്ങൾക്ക് ഒരു വ്യാജ വെബ്സൈറ്റിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ് കീ അതിനോട് പ്രതികരിക്കില്ല. പ്രൈവറ്റ് കീ പ്രതികരിക്കുന്നത് നമ്മുടെ സെർവറിലിരിക്കുന്ന, യഥാർത്ഥ സെർവറിലിരിക്കുന്ന പബ്ലിക് കീയോട് മാത്രമാണ്. ഇതാണ് ഏറ്റവും വലിയ സുരക്ഷാ നേട്ടം. മറ്റൊന്നുള്ള എളുപ്പമുള്ള ഉപയോഗം. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട, അത് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഫോണിൽ നോക്കുകയോ നിങ്ങളുടെ വിരലമർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഗിനായി. ഇനി വേറെന്നുള്ളത്, എല്ലാ ഉപകരണങ്ങളിലും ഇത് സമന്വയിപ്പിക്കാൻ കഴിയും. അതിനെ ക്രോസ് പ്ലാറ്റ്ഫോം സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. നിങ്ങളൊരു ഉപകരണത്തിൽ പാസ് കീ ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ ഐക്ലൗഡ് ചെയിൻ, അത് ആപ്പിളിൻ്റെതാണ്. ഗൂഗിൾ പാസ്വേഡ് മാനേജർ, അത് ഗൂഗിളിൻ്റെതാണ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആഥൻറ്റിക്കേറ്റർ, അത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. ഇവ ഉപയോഗിച്ച് സുരക്ഷിതമായി മറ്റു ഉപകരണങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായി കോപ്പി ചെയ്യപ്പെടും. ഉദാഹരണത്തിന്, ഐഫോണിൽ ഉണ്ടാക്കിയ പാസ് കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിൻഡോസ് ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് പാസ് കീസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊന്ന് പ്രായോഗികമായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇത് വളരെ സങ്കീർണമായൊരു സംഗതിയാണെന്ന്. ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു സാധാരണ പാസ്വേഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ്. നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് നോക്കാം. മാനേജർ ഗൂഗിൾ അക്കൗണ്ട്സിൽ കിടക്കുക. അതിനുശേഷം സെക്യൂരിറ്റി ആൻഡ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് പോയി പാസ് കീ ആൻഡ് സെക്യൂരിറ്റി കീസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് എ പാസ് കീ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രിയേറ്റ് എ പാസ് കീ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് യുവർ പാസ് കീ അത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് പിൻ ചോദിക്കും. നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പിൻ കൊടുക്കുക. അപ്പോൾ ഡൺ, അങ്ങനെ പാസ് കീ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആൾറെഡി നിങ്ങൾ പാസ് കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും പാസ് കീ ആൾറെഡി ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ദ പാസ് കീ ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്ന് കണ്ടു.
പാസ് കീ ഒരു മികച്ച പരിഹാരമാണെങ്കിലും ചില ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഒന്ന്, ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ പാസ് കീകൾ ക്ലൗഡ് വഴി സിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ ഫോണിൽ നിങ്ങളുടെ ഗൂഗിൾ ആപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ 2FA പോലുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം ഈ പാസ് കീകൾ തിരികെ ലഭിക്കും. ഇത് പഴയ പാസ് കീ ആകണമെന്നില്ല. നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ, ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പാസ് കീ തന്നെ നിങ്ങളുടെ പുതിയ ഉപകരണത്തിലേക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതൊരു പുതിയ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് എല്ലാ വെബ്സൈറ്റുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. മാത്രമല്ല, പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ iOS 16 താഴെ, ആൻഡ്രോയിഡ് 9 താഴെ ഇത് പ്രവർത്തിക്കില്ല. ഇനി എന്താണ് പാസ് കീസിൻ്റെ ഭാവി എന്നുകൂടെ നോക്കാം. ടെക് വേൾഡ് പാസ്വേഡിൻ്റെ മരണമാണ് പ്രവചിക്കുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാസ് കീസ് ഒരു സ്റ്റാൻഡേർഡ് ലോഗിൻ രീതിയായി മാറും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് നിങ്ങളുടെ ഓൺലൈൻ സുരക്ഷയ്ക്ക് വളരെ നല്ലതായിരിക്കും. പാസ് കീസ് എന്നത് വെറുമൊരു പുതിയ ലോഗിൻ രീതി മാത്രമല്ല, ഇത് സൈബർ സുരക്ഷാ രംഗത്തെ വലിയൊരു വിപ്ലവം കൂടിയാണ്. പാസ്വേഡ് എന്ന തലവേദന ഇനി ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിൽ പാസ് കീ ഓപ്ഷൻ ലഭ്യമാകുമ്പോൾ അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾക്ക് നല്ല സുരക്ഷിതത്വം നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ കരുതുന്നു. പാസ് കീസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് ഞാൻ കൃത്യമായ മറുപടി നൽകാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത്. കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഷയങ്ങളുമായി ഇനി വീണ്ടും കാണാം. അതുവരെ വളരെ നന്ദി. നമസ്കാരം.